ഇന്ന് നമ്മൾ മൊത്തം ചെക്ക് ചെയ്യാൻ പോണത് ഫേക്ക് വസ് റിയാലിറ്റി വൈബാ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇനി അടുത്ത കാര്യം, നമ്മൾ ഇരിക്കുന്ന എൻവിറോൺമെൻറ്റ് നമുക്ക് സേഫാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതം ആസ്വദിക്കാൻ പോകുന്നുണ്ടോ, അതോ നമ്മളെ അനുഭവിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാഗത്താണോ എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പരിശോധിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്ത്, ഓക്കെ, ഈ പൊട്ടത്തരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ടെങ്കിൽ, ഉയർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ശരിയല്ലെന്ന് നിങ്ങൾ കമൻ്റ് ഇടുമ്പം അത് പരിശോധിക്കാൻ നിങ്ങളും ഞാനും ഒരുമിച്ചിരിക്കണുണ്ടോ, അതോ ഞാൻ ചെയ്തത് തെറ്റാണ്, അതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നീ ചെയ്തത് പൊട്ട തെറ്റാണ്, കാരണം വേദത്തിലും ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ എൻ്റെ മഹാത്മാക്കളും എൻ്റെ പൂർവികന്മാരും ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ നിങ്ങളിരിക്കുന്ന ഭാഗം സേഫ് അല്ല. എന്തുകൊണ്ടാണ് സേഫ് അല്ലാത്തത്? അവർ പറയുന്ന ആ ഭാഗം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഓക്കെയാണ്, കാരണം അവിടെ തെളിച്ചം ഉണ്ടായേ പറ്റുള്ളൂ. മറിച്ച് അവർ നിങ്ങൾ ശരിയല്ലെന്ന് പറയുമ്പം നിങ്ങൾ പോലും നിങ്ങൾ ചെയ്തത് പരിശോധിക്കാൻ തയ്യാറാവാതെ അവരുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. അല്ലാതെ ഓക്കെ, അവിടെ അത് പറയാനൊരു കാരണം ഉണ്ടല്ലോ, ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗം രണ്ടുപേരും അനലൈസ് ചെയ്ത് അവിടെ അതിനെ സീറോ ചെയ്യുന്ന ഭാഗത്തേക്കാണെങ്കിൽ നോ പ്രോബ്ലം. മറിച്ച് ഓക്കെ, ഇവരെല്ലാവരും കൂടി എന്നെ ചോദ്യം ചെയ്യണം, അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ഇതെന്നെ ബാധിക്കും, എൻ്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും എന്നുള്ള ഭാഗത്തു നിന്ന് മാറിയിട്ട് റെപ്യൂട്ടേഷനെ ബാധിക്കും, അതുകൊണ്ട് തൽക്കാലം ഇവരെ മുന്നിൽ ഒരു മാനിപ്പുലേറ്റഡ് സെൽഫിനെ കൊണ്ട് നടക്കാം, അങ്ങനത്തെ ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാലത്തും വളരാൻ പോണില്ല. കാരണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ തെറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിച്ചാണ്. ഇനി അതിൻ്റെ മേലെ എന്ത് ശിക്ഷ വന്നാലും അതിനേക്കാൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അപ്പം ഞാനത് പരിശോധിക്കുകയാണ്. പരിശോധിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നിൽ ഞാൻ മാറ്റം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് എന്നിൽ മാറ്റം കൊണ്ടുവരുന്നതിന് പകരം ഇത് 100 ആൾക്കാർ പറഞ്ഞ് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, അതുകൊണ്ട് ഞാൻ തെറ്റായി മാറുന്ന ഭാഗത്തേക്കല്ല. 1000 ആൾക്കാർ പറഞ്ഞു നീ ശരിയാണെന്ന്, ആ ശരിയായി പോണ ഭാഗത്തുമല്ല. ഞാനായിട്ടിരിക്കുന്ന അവസ്ഥ ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭാഗം. അതിനെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം, ഒരു കിട്ടില്ല സാധനം.